ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1-2-20യുടെ ഷാർജയിലെ അത്യാവശ്യം വലിയൊരു സ്റ്റോറിലാണ്. എൻ്റെ നെയ്ബർഹുഡിൽ ഇതുപോലൊരു സ്റ്റോർ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഒരു സോഷ്യൽ മീഡിയ പേജിലൂടെ ആയിരുന്നു. എന്തായാലും ടേം 2 ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടും ഞാൻ എൻ്റെ സർക്കിൾ ടൈം ബോക്സ് ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്പെഷ്യലി നമ്പേഴ്സും ലെറ്റേഴ്സും ഒക്കെ ലാസ്റ്റ് ടേമിലുള്ള സെയിം ഫ്ലാഷ് കാർഡ്സ് തന്നെയായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ട് പോകുന്നത്. എന്തായാലും എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഇത്രയും വലിയ സ്റ്റോറ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാനൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നിട്ട് ഇടത്തോട്ടും വലത്തോട്ടും നോക്കാതെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ട് പോരാനായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലാൻ. പക്ഷേ ഓഫ് കോഴ്സ് ഹോം ഡെക്കർ ഐറ്റംസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെന്നത് ഈ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സൊക്കെ നോക്കാനായിട്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഈ സ്റ്റോറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ്. എന്നാലും ഈ പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ട് ലൈവ്ലി ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ബിലോ 20 ദിർഹംസ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ക്ലീനിങ് മെറ്റീരിയൽസ് ഒക്കെ അത്യാവശ്യം എല്ലാതും അവിടെ അവൈലബിൾ ആണ്. സ്പഞ്ചസ് ആയാലും ക്ലോത്ത്സ് ആയാലും ഇനിയിപ്പോൾ ലിക്വിഡ് ഐറ്റംസ് ആയിട്ടുണ്ടെങ്കിലും അങ്ങനെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് അത്യാവശ്യം എല്ലാ ലേഡീസ് വന്നിട്ടുണ്ടെങ്കിലും ആദ്യം ഓടിച്ചെല്ലുന്ന സ്ഥലം ഹോം ഡെക്കർ ഐറ്റംസിൻ്റെ ഭാഗമാണ്. ഫ്രെയിംസ് ആയാലും അതേപോലെ തന്നെ ജസ്റ്റ് ബോർഡ്സും കാര്യങ്ങളായിട്ടുണ്ടെങ്കിലും വാൾ ഹാങ്ങിങ്സ് ആക്കിയിട്ടുണ്ടെങ്കിലും എല്ലാതും നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ 30 ദിർഹംസ് എബവ് ഒക്കെ കണ്ടിട്ടുള്ള സാധനങ്ങൾ ഇവിടെ 10 ദിർഹംസിന് താഴെയായിട്ട് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ലിവിങ് റൂം ഡെക്കറേറ്റിംഗ് ഐറ്റംസും കാര്യങ്ങളും കൂടുതലായിട്ട് ഇവിടെ കാണാൻ പറ്റി. അതുപോലെ തന്നെ നമ്മൾ മീൽ പ്ലാനറൊക്കെ ചെയ്യില്ലേ, വീക്ക്ലി പ്ലാനേഴ്സ്, അതിനായിട്ടുള്ള ചെറിയ ചെറിയ മിനി ബോട്ട്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ചോക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ വീക്ക്ലി പ്ലാനൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ വെൽക്കം ഹോമിൻ്റെ ബോർഡ്സ്, കീ ഹാങ്ങിങ് ചെയ്യാനായിട്ടുള്ള ബോർഡ്സും കാര്യങ്ങളും, കിച്ചൺ റൂൾസ്, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ കാണാറുള്ള ഒരുപാട് മിനി മിനി എലമെൻറ്റ്സ് ഇതിൻ്റെ അകത്ത് നേരിട്ട് വന്ന് കാണാനൊക്കെ പറ്റി. റേറ്റ് കുറവാണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഇതിൻ്റെ അകത്ത് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ മിറേഴ്സ് ഞാൻ അത്യാവശ്യം വലിയൊരു സ്റ്റോറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ലിവിങ് റൂമിൽ നമ്മൾ സോഫ ഒക്കെ അറേഞ്ച് ചെയ്യില്ലേ, അതിൻ്റെ മുകളിൽ വെക്കുന്ന മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഹോൾവേയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയ മിറേഴ്സാണ്. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം നല്ല റേറ്റിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അത് കുറച്ചും കൂടി കുറഞ്ഞ റേറ്റിലൂടെ കാണാൻ പറ്റി. അതേപോലെ ഗിഫ്റ്റ് ബോക്സസിൻ്റെ ഒരു വാസ്റ്റ് കളക്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. ലാസ്റ്റ് ടൈം എനിക്ക് ക്രിസ്മസ് ഫ്രണ്ട് സെലിബ്രേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഭയങ്കര റേറ്റ് കൊടുത്തിട്ടായിരുന്നു ഒരു ഗിഫ്റ്റ് ബോക്സ് ഇതുപോലത്തെ വാങ്ങിയത്. അതിലിപ്പോൾ എനിക്ക് കുറച്ച് റിഗ്രറ്റൊക്കെ ഫീൽ ചെയ്ത് ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോൾ. അതേപോലെ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ക്യൂട്ട് ബാഗ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. നമുക്ക് വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഇഷ്ടവും താല്പര്യമൊക്കെ തോന്നും. എന്തെങ്കിലും ഒന്ന് നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയിരിക്കും. അതേപോലെ കീ ചെയിൻസ് ഒരുപാടുണ്ടായിരുന്നു. അതായത് മിറർ വെച്ചിട്ടുള്ള കീ ചെയിൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് കൂടുതൽ ഇഷ്ടപ്പെടാൻ ചാൻസ് ലേഡീസിനാണ്. കാരണം ഫ്ലവർ തീമും സ്റ്റോൺ തീമൊക്കെ ആയിട്ട് വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടിയും ലേഡീസ് ഫോക്കസ്ഡ് ഐറ്റംസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതേപോലെ ഹാർട്ട് ഷേപ്പും പിങ്ക് കളറ്, ലൈറ്റ് കളേഴ്സിലുള്ള കീ ചെയിൻസും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ എന്തായാലും ലേഡീസ് ആയിരിക്കുമല്ലോ അതിലേക്ക് കുറച്ചും കൂടി താല്പര്യം കാണിക്കുക. പിന്നെ ഈ ഹാർട്ട് ഷേപ്പിലുള്ളൊരു മിറർ കാണാനായിട്ട് പറ്റി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അവരുടെ ഒരു പ്രത്യേക ലൈറ്റ് സെറ്റപ്പിൽ അത് നന്നായിട്ട് ഷൈനിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു എലമെൻ്റ് ആയിരുന്നു. ഞാനത് വാങ്ങുകയും ചെയ്തു.
ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ എൻ്റെ സർക്കിൾ ടൈം ബോക്സ് റീഫിൽ ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ് വന്നതെന്ന്. അപ്പോൾ കുട്ടികളുടെ സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ ഒരു ടോയ്സിൻ്റെ മാത്രമായിട്ടുള്ള സെക്ഷൻ കണ്ടു. ഇവിടെ ഞാൻ വന്ന് കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ അത്യാവശ്യം എല്ലാ ഏജ് ഗ്രൂപ്പ്സിനെയും അതേപോലെ മെയിൽ ഫീമെയിൽ ഐറ്റംസ് എല്ലാതും ഒരേപോലെ ഇവരിവിടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിലും ഇനിയിപ്പോൾ ലേഡീസ് വന്നിട്ടുണ്ടെങ്കിലും ജെൻസ് വന്നിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാകുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ അത്യാവശ്യം എല്ലാ തരത്തിൽ നിന്നും എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മൾ കണ്ടുവരുന്ന സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ഇവർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ കുട്ടികൾ ഇതിൻ്റെ മുന്നിൽ വന്നിട്ട് വാശി പിടിക്കണൊക്കെ ഉണ്ടായിരുന്നു, ടോയ്സൊക്കെ ചോദിച്ചിട്ട്. സോഫ്റ്റ് ടോയ്സ് ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വാങ്ങിക്കൊടുക്കാമല്ലോ. പിന്നെ ഇങ്ങനെ കുറച്ച് ബോക്സസിൻ്റെ ഒരു സംഭവങ്ങൾ കണ്ടു. ഇതെനിക്ക് കണ്ടിട്ട് ഒരു നോർത്തേൺ ടച്ചാണ് ഫീൽ ചെയ്തത്. ഇതെന്തിനാണ് യൂസ് ചെയ്യണതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ സ്റ്റോൺ വെച്ചിട്ടുള്ള ക്യൂട്ട് ബോക്സസ് കളക്ട് ചെയ്യാനായിട്ട് എനിക്കിഷ്ടമാണ്. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ 2 ഉണ്ട്. ഒരെണ്ണം എനിക്ക് ദിവാലി ഗിഫ്റ്റായിട്ട് ലാസ്റ്റ് ടൈം എൻ്റെ ഒരു ഫ്രണ്ട് തന്നതായിരുന്നു. പിന്നെ ഒരെണ്ണം അതിന് ശേഷം ഞാനിങ്ങനെ ഡേ ടു ഡേ തന്നെ പോയ സമയത്ത് കണ്ടിട്ട് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇത് വാങ്ങി എണ്ണം കൂട്ടണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങാൻ എന്നെ സമ്മതിച്ചില്ല. പക്ഷേ ഈ ബ്ലൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായതായിരുന്നു. ഇത് വന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ആകെ വിഷമമായത്. കാരണം ഈ സെയിം സാധനം ഞാൻ 45 ദിർഹംസ് കൊടുത്ത് വാങ്ങിയത് ഇവിടെ 20 ദിർഹംസ് താഴെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം നമ്മൾ അത് വല്ലാണ്ട് യൂസ് ആക്കാറില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ക്ലീനിങ്ങിനോ അല്ലെങ്കിൽ പ്രെയറിൻ്റെ തൊട്ട് മുന്നേക്കെ ആയിട്ട് നമ്മളത് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ അന്ന് അത്രയും റേറ്റ് കൊടുത്തത് വാങ്ങിയാലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നി. അതിനുശേഷം കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു. പല ആംഗിളിലുള്ള പല ഡിസൈനിലുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു. അതേപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ഗിഫ്റ്റ് ബോക്സസ് ആയിട്ട് തന്നെ അവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റി. എനിക്ക് ഈ ഒരു എലമെൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പേളിൻ്റെ എലമെൻറ്റും അതേപോലെ ബോയും കേളും നിൽക്കുന്ന എലമെൻറ്റ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് ബോക്സസ് വേറെ തന്നെ ഒരു അറേഞ്ച് ചെയ്തും കൂടിയും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ എൻ്റെ സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ സ്കൂൾ സെക്ഷൻ. ഇതിൻ്റെ അകത്ത് സ്റ്റേഷനറീസ്, ക്രാഫ്റ്റ് ഐറ്റംസ്, പെൻസിൽസ്, സ്കൂൾ ബാഗിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ, അതേപോലെ സ്റ്റിക്കേഴ്സ്, ലെറ്റേഴ്സായിട്ട് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫ്ലാഷ് കാർഡ്സ് മാത്രം എനിക്ക് ഇവിടുന്ന് കിട്ടിയില്ല. അപ്പം ഞാൻ ലെറ്റേഴ്സും നമ്പേഴ്സും അന്വേഷിച്ച് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ മാഗ്നറ്റിക് ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സൊക്കെ ആയിട്ട് എല്ലാം അതെനിക്ക് കാണിച്ചു തന്നു. പക്ഷേ എനിക്ക് വേണ്ടത് ഫ്ലാഷ് കാർഡ്സ് ആയിരുന്നു. ഫ്ലാഷ് കാർഡ്സ് ആണെങ്കിൽ എനിക്ക് സർക്കിൾ ടൈം ബോക്സിൽ അത് യൂസ് ആക്കാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ കുട്ടികളുടെ ബുക്സും കാര്യങ്ങളൊക്കെ അവരുടെ ഏജ് ഗ്രൂപ്പിന് പറ്റിയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യിക്കാൻ പറ്റിയ ബുക്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതേപോലെ കളേഴ്സിൻ്റെ വലിയൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. സ്കെച്ച് പെൻസ് ആയാലും മാർക്കേഴ്സ് ആയാലും ക്രയോൺസ് ആയാലും അതേപോലെ തന്നെ വാഷബിൾ പെയിൻസും തുടങ്ങി എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഏരിയാസ് അവരവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ടാബ്ലറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് നമുക്ക് കുട്ടികൾക്ക് പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അതായത് സ്ക്രിബ്ലിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു ടാബ്ലറ്റ് മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും, കുട്ടികൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഇതിനാകെ 3 ദിർഹംസ് ആണ് വരുന്നത് ഇവിടെ. ഞാൻ ഈ സെയിം സംഭവം വേറൊരു ആപ്ലിക്കേഷൻ വഴി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിലെനിക്ക് 12 ദിർഹംസിനാണ് കാണാൻ പറ്റിയത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ 3 ദിർഹംസിനാണ് ഇത് കിട്ടുന്നത് വിത്ത് പെൻ. അതേപോലെ സ്റ്റിക്കി നോട്ട്സിൻ്റെ ഒരു ഏരിയ, അത് പല ഡിസൈൻസിലുള്ള സ്റ്റിക്കി നോട്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും ഞാൻ വാങ്ങി. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോഴും സ്ക്വയർ ഷേപ്പ് സ്റ്റിക്കി നോട്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണെങ്കിൽ എൻ്റെ സ്റ്റുഡൻറ്റ് പോർട്ട്ഫോളിയോകൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചെറിയ രീതിയിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനായിട്ട് ഈ സ്റ്റിക്കി നോട്ട്സ് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ എൻ്റെ ഫ്ലാഷ് കാർഡ്സ് അന്വേഷിച്ച് വന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് എനിക്ക് കാണാനായിട്ട് പറ്റിയത്. ഇവിടെ നിന്ന് എനിക്ക് ലെറ്റേഴ്സിൻ്റെയും നമ്പേഴ്സിൻ്റെയും ഫ്ലാഷ് കാർഡ്സ് കിട്ടി. പക്ഷേ കളേഴ്സും ഷേപ്സും ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ ഇവരുടെ തന്നെ ബ്രാൻഡിൽ കളേഴ്സും ഷേപ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടാവണം, സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവണം. അതേപോലെ ഈ ബുക്ക്, ഈ ബെയറിൻ്റെ ഈ ബുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമുക്ക് മീറ്റിംഗ് മിനിറ്റ്സ് എഴുതിയെടുക്കാനായിട്ട് ഓൾറെഡി സ്കൂൾ ഒരു ബുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ക്ലാസ് നോട്ട്സ് എഴുതിയെടുക്കാനായിട്ട് ഈ ഒരു ബുക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കളേഴ്സിൻ്റെ ഏരിയയിലേക്കൊക്കെ പോയി. കാരണം എൻ്റെ സ്റ്റുഡൻസിന് ഇഷ്ടമുള്ള ആക്ടിവിറ്റിയാണ് പെയിൻറ്റിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള സംഭവങ്ങളുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് കളേഴ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി.
ചെറിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ പാലറ്റ്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് തന്നെ ചെറിയ ചെറിയ മോൾഡിങ്സ് വരുന്ന വിധത്തിലുള്ള പെയിൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ ഒരുക്കി തരുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഇത്. ഇതിൽ നമുക്ക് ഇത് കുറച്ചും കൂടിയും ഒരു 5+ ഏജ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടി അവർക്കിത് ഹെൽപ്ഫുള്ളാവുമെന്ന് തോന്നി. അതേപോലെ പാരൻസും കൂടി ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ പെയിൻറ്റിങ്ങിനോടൊക്കെ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ പെട്ടെന്നത് പിക്ക് ചെയ്യും. എൻ്റെ കൂടെ വന്ന ആൾ ആകെ വാങ്ങിയത് ഈ ഒരൊറ്റ സംഭവമായിരുന്നു. അത്രയും നേരം കറങ്ങി വന്നിട്ട് ഡിജിറ്റൽ തസ്ബീഹ് ഇത് മാത്രമാണ് ആൾ വാങ്ങിയത്. പിന്നെ ലേഡീസിൻ്റെ ഒരു വാഷ് സെക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങൾ വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനതൊരു വീഡിയോ ആയിട്ട് എടുത്തു കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. കാരണം എനിക്കറിയാം ഇതിനോടൊക്കെ ഒരുപാട് ക്രേസിനെസ് ഉള്ള ആൾക്കാരുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇപ്പോഴും അവൾക്ക് പല കളറിലുള്ള ഹെയർ ബാൻഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, നമ്മൾ നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ, അതായത് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഫ്രണ്ട്സിനെ കൊണ്ടുവന്ന് കാണിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളായിരിക്കും ഇതൊക്കെ. അതായത് അവർക്കായിട്ട് നമ്മൾ മിനി ഗിഫ്റ്റ്സ് കൊടുക്കുമല്ലോ, അപ്പോൾ യൂസ് ചെയ്യാനായിട്ട് പറ്റിയ ചെറിയ ചെറിയ ബോക്സസാണിത്. അതേപോലെ തന്നെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. കണ്ടെയ്നേഴ്സ്, നമ്മൾ ഫുഡ് സ്റ്റോറേജ് ഒക്കെ ചെയ്യാനായിട്ട് ഉള്ള വുഡൻ ലിഡായിട്ടുള്ള കണ്ടെയ്നേഴ്സ്, അതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽസ്, അതേപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് നമ്മൾ വന്ന് കണ്ട് തന്നെ എടുക്കണം. കാരണം ഈ ഒരു കളക്ഷൻ കണ്ട് തീരുന്നുണ്ടായിരുന്നില്ല. ഒരു റോന്ന് ഒരുപാട് ലൈക്ക് 2-3 റോസ് നിറച്ച് ഈ പറഞ്ഞ പോലെ കിച്ചൺ റിലേറ്റഡ് ഐറ്റംസ് തന്നെയായിരുന്നു. സ്പൈസസ് ഇടാനായിട്ടുള്ള ഈ ബോട്ടിൽസ് ജാർസായിട്ടും അതേപോലെ തന്നെ ജഗ്സായിട്ടൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനൊക്കെ റേറ്റ് വരുന്നത് അണ്ടർ 2 ദിർഹംസൊക്കെയാണ് അതിന് റേറ്റ് വരുന്നത്. പിന്നെ എനിക്ക് ലഞ്ച് ബോക്സ് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്യൂട്ടായിട്ടുള്ള ലഞ്ച് ബോക്സാണ്. പക്ഷേ അതിൻ്റെ അടുത്ത് വാങ്ങണ്ടെന്ന് പറഞ്ഞു. കാരണം അതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, പ്ലസ് അത് കുട്ടികൾ യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് തന്നെ കളിയാക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് ഒരുപാട് ബോക്സസ് ആയിട്ട് വരുന്ന ഇങ്ങനെ ചെറിയ ചെറിയ ഏരിയാസുള്ള ലഞ്ച് ബോക്സ് ഇഷ്ടമാണ്. ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ എല്ലാ കള്ളികളിലും വെക്കാനായിട്ടുള്ള ഫുഡ് ഐറ്റംസ് നീ തന്നെ കുക്ക് ചെയ്തിട്ടുണ്ടാക്കണം. അത് ഓക്കെ ആണെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ അവിടെ തന്നെ വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം അത് അവിടെ തന്നെ വെച്ചു. കാരണം കുക്ക് ചെയ്ത് ഈ എല്ലാ കള്ളികളും നിറയ്ക്കാന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങാണല്ലോ. പിന്നെ മേക്കപ്പ് ഐറ്റംസ് ഒരുപാടുണ്ട്. ലിപ്സ്റ്റിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മോയ്സ്ചറൈസേഴ്സും ക്രീംസും പൗഡേഴ്സും ഷാമ്പൂ ഒക്കെ ആയിട്ട് വേറൊരു സെഷൻ തന്നെ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഷെയ്ഡ്സൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കണം എന്നൊക്കെ ഉള്ളവർ വന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. കാരണം ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പിന്നെ കപ്സ്, ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. ഹോം ഡെക്കർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സെക്കൻഡ് ഫേവറേറ്റ് പ്ലേസ് ഇതാണ്. എൻ്റെ വീട് നിറച്ച് കപ്പാണ്. സ്റ്റാർബക്സിൻ്റെ ഒക്കെ കപ്പ് കാണാനായിട്ട് പറ്റി. സ്റ്റാർബക്സിൻ്റെ കപ്പല്ല, സ്റ്റാർബക്സ് തീംഡ് ആയിട്ടുള്ള കപ്പ് കാണാനായിട്ട് പറ്റി. എല്ലാ കപ്സും അത്യാവശ്യം 5 ദിർഹംസ് താഴെയാണ് എല്ലാ അതും വരുന്നത്. നല്ല സ്റ്റാൻഡേർഡുള്ള നല്ല ക്വാളിറ്റിയിലുള്ള കപ്പുകൾ തന്നെയാണുള്ളത്. അതിൽ ഈ കപ്പിൻ്റെ ഒരു കളർ തീം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ഓഫീസ് കപ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പോലത്തെ ഒരു കപ്പാണിത്. ഇതാണെങ്കിലും ഒരു 3 ദിർഹംസ് റേറ്റൊക്കെ ആയിട്ടുള്ളൂ. 2.99 ആ ഒരു റേഞ്ചിലേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കപ്പ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം റീസണബിൾ റേറ്റിൽ അന്വേഷിച്ച് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടും കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള 2 ബൗൾസ് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്ലേറ്റ്സൊക്കെ വാങ്ങുമ്പോൾ ഞാൻ എപ്പോഴും റേറ്റ് കൂടുതലുള്ളത് തന്നെ വാങ്ങണം, എന്നാലേ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് ഇത് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ 2 ബൗൾസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ടർക്കിഷ് തീമിലുള്ള പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു. ഞാൻ ജസ്റ്റ് കണ്ടേ ഉള്ളൂ, അതിൻ്റെ അകത്തൊന്നും വാങ്ങിയൊന്നുമില്ല. കാരണം ഈ ബ്ലൂ കളർ പ്ലേറ്റ്സൊക്കെ വാങ്ങി
വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എനിക്ക്. അപ്പോൾ അങ്ങനത്തെ കളർഫുള്ളായിട്ടുള്ള പ്ലേറ്റ്സൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇവർക്ക് താഴെ മാത്രമല്ല മുകളിലൊരു ഫ്ലോറും കൂടി ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് ഡ്രസ്സ് ഐറ്റംസും ബാഗ് ഐറ്റംസും കാര്യങ്ങളൊക്കെ അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഒന്നും ഇപ്പോൾ വാങ്ങാനില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ പോയില്ല. കാരണം ഗ്രൗണ്ട് ഫ്ലോർ തന്നെ അത്യാവശ്യം ഭയങ്കര വലുതാണ്. പിന്നെ ഈ ഒരു സ്റ്റോറിലേക്ക് വരുന്നവർക്കായിട്ട് ഇവരിവിടെ പുറത്ത് ഫ്രീ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.